പത്മജ വേണുഗോപാലാണ് ചേരുന്നത്. നമസ്കാരം മാം. നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് തഴയപ്പെട്ടത് മാറി ബി ജെ പിയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വെളിച്ചം കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും പിന്നെ സ്ത്രീകളോട് കുറച്ചും കൂടിയും റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ജോലി ചെയ്യാൻ അത് ഒരു കംഫർട്ട് നമുക്ക് വേണം ഏതിൽ. അതെനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. മനസ്സിന് സന്തോഷമുണ്ട്. പലരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ ചേച്ചിയുടെ മുഖത്തെ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഹാപ്പി ആയിരിക്കണം. ഞാൻ പറഞ്ഞു അതാണ് ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു ഞാൻ. ഈ പക്ഷേ ബി ജെ പിയിലേക്കുള്ള ഈ മാറ്റത്തിനെ ആളുകൾ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു, ഈ തീരുമാനത്തെ. ആ തീരുമാനം എടുത്തതിൻ്റെ തലേദിവസം രാത്രി പത്മജ വേണുഗോപാൽ എന്ന വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാനിത് കുറേ നാളുകളായിട്ട് പാർട്ടിയെ വേണ്ട, കോൺഗ്രസും വേണ്ട, രാഷ്ട്രീയം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു. കാരണം ഈ തൃശ്ശൂരത്തെ എൻ്റെ തോൽവി എന്നത്, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. 900 വോട്ടിന് അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഞാൻ വല്ലാതെ തകർന്നു പോയി. ആദ്യം ഞാനിത് കേട്ടിരുന്നു ഇങ്ങനൊരു, പക്ഷെ അത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് അനുഭവത്തിൽ കൂടെ വന്നു. ഞാനത് കാരണം ഇപ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ചിരുന്നു ആരെ എവിടേക്ക് എന്താണ്. അപ്പോൾ എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. പക്ഷെ അവർ കാലുവാരിയത് ആലോചിച്ചാൽ ഞാൻ ഇത്ര വോട്ടിനൊന്നുമല്ല തോക്കേണ്ടത്. പക്ഷെ തൃശ്ശൂരിലെ ജനങ്ങൾ, ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങൾ എന്നെ സഹായിച്ചുകൊണ്ട്, കാരണം ഞാൻ ഏത് കടയിൽ പോയാൽ പോലും അവർ പറയും, ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ വോട്ട് ചേച്ചിക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാണ്. അപ്പം ഞാനും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അത്രയും പണിയെടുക്കുകയും ചെയ്തു. 10 കൊല്ലം ഞാൻ തൃശ്ശൂർ എന്നതിന് വേണ്ടി ജോലി എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ഞാൻ തകർന്നു. പക്ഷെ എന്നിട്ടും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ തുടർന്നു. പക്ഷെ